മമ്പാട് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച് AP അനിൽകുമാർ MLA. ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. Celebrating Viva by Shobika Weddings. എൻ്റെ നിയോജകമണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലെ എളമ്പുഴ നടുവക്കാട് ഭാഗങ്ങളിൽ ഇന്നലെ രാവിലെ പുലി ഇറങ്ങുകയും സർ ഒരു ബൈക്ക് യാത്രികനെ കയറി ആക്രമിക്കുകയും ചെയ്തു സർ ഇന്നലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ചുള്ള തെരച്ചിലാണ്. അതിനിടയിൽ രാത്രി പുലിയെ കണ്ടതായി സർ പറയുന്നു. സർ വളരെ അടിയന്തരമായി അവിടെ കൂട് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. സർ എന്റെ ചോദ്യം സർ, സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ന് വനത്തിനകത്ത് വെള്ളത്തിന്റേതായ ക്ഷാമം അതുപോലെ തന്നെ ഭക്ഷണക്ഷാമം, അതുകൊണ്ട് സർ വന്യമൃഗങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും പുറത്തിറങ്ങുകയാണ് സർ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് കൂടി വരുമെന്ന് പറയുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി വനം വകുപ്പ് എന്തെങ്കിലും പ്രത്യേക കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ഇത് രണ്ട് ചോദ്യമാണ്. അടിയന്തര പ്രാധാന്യമുള്ള മിനിസ്റ്റർ അദ്ദേഹം കൺസെന്റ് എടുത്തിരുന്നു റേസ് ചെയ്യാൻ അനുവാദം. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിന് വളരെ ശ്രദ്ധാപൂർവം കേട്ടുവെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായി മമ്പാടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കൂടുവെച്ച് പുലിയെ പിടിക്കുന്നുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഗുണമാണ് അവിടെ ഉണ്ടായത്. നാളുകളിൽ ആ മാതൃകകൾ എല്ലാവരും തുടരണം എന്നാണ്. രണ്ടാമത്തത്, വന്യമൃഗങ്ങൾക്ക് ഈ വേനൽ ചൂട് വർദ്ധിക്കുന്ന മുറക്ക് വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും അതിന്റെ ഫലമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ സ്വീകരിച്ച നടപടിയാണ്. അവർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ 10 പരിപാടിയിൽ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്നൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുളങ്ങൾ കുഴിക്കാനും തടയണകൾ പണിയാനും വയലുകളിൽ ജലശേഖരം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഈ ഉത്തരത്തിലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, കേരള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് മലയോര മേഖലയുണ്ട് സർ. സർ, കഴിഞ്ഞ ബജറ്റിൽ 22 കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 70 കോടി രൂപ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ചായി ബജറ്റിനകത്തുണ്ട് സർ. അത് വളരെ പരിമിതമാണ് സർ. ഈ പരിമിതമാണെങ്കിൽ പോലും സർ, എന്റെ ചോദ്യം, പ്രത്യേക പ്രയോറിറ്റി ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദിവാസികൾ താമസിക്കുന്ന, പ്രത്യേകിച്ച് വനമേഖലയ്ക്ക് അകത്ത് ആദിവാസികൾ താമസിക്കുന്ന ആദിവാസി കോളനികളിൽ പ്രത്യേകം പ്രതിരോധം, പ്രത്യേകിച്ച് ഡ്രഡ്ജിംഗ് ആയാലും ഫെൻസിംഗ് ആയാലും ഒക്കെ നൽകുന്നതിന് ഈ ഗവൺമെന്റ് മുൻഗണന നൽകുമോ എന്നുള്ളതാണ്. യെസ് മിനിസ്റ്റർ. തീർച്ചയായും ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ നമ്മൾ ആദിവാസി മേഖലയിലാണ് ഈ പ്രശ്നങ്ങൾ കുറെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കേണ്ടത്. അതിന്റെ ഭാഗമായാണ് ആറളത്തെ ആദിവാസി മേഖലയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മറ്റ് മേഖലകളിലും അത് ഇപ്പം നടപ്പിലാക്കിയ പരിപാടിയുടെ റിസൾട്ട് ഒന്ന് നമുക്ക് കുറച്ച് കാത്തിരിക്കണം. ആ പരിപാടി മറ്റെല്ലാ സ്ഥലത്തും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ. തീർച്ചയായും ആദിവാസി ഗോത്രവിഭാഗ ജനങ്ങൾക്കാണ് മുൻഗണന നൽകുക. പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഏവർക്കും സ്വാഗതം. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. ഫോൺ 90. പോത്തുകല്ലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകല്ലിൽ. പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ. സാറ ഗോൾഡൻ ഡയമണ്ട്.